പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ SFIക്കാരുടെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് സിദ്ധാർത്ഥ് മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി കോളേജ് ജീവനക്കാരൻ. സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണെന്ന് ഉറപ്പാണെന്ന് കോളേജ് ജീവനക്കാരൻ പറഞ്ഞു. ജനം ടിവിയോടായിരുന്നു ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. ജീവനക്കാരന്റെ ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കാം. കൊലപാതകമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു റൂമിൻ്റെ കാര്യമാണ് എന്നെ കഴുത്ത് മുറി ഒന്നാണെന്ന് ഒരാൾക്കും പോസ്റ്റ്മോർട്ടം കിട്ടുന്ന പറയുന്നത്. അങ്ങനത്തെ ഒരു പരിക്കുള്ള ആൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അതുപോലെ വേറെ തന്നെ വൈഫറിനെ കൊണ്ട് തൂക്കി അവൻ്റെ ചെരുപ്പിട്ടി അവൻ്റെ കട്ടിലടിക്കുന്നുണ്ട്. അവൻ്റെ ചെരുപ്പെടുത്തിട്ടുണ്ട്. ഒരാൾ തൂങ്ങി മരിക്കാൻ പോയത് അവൻ്റെ റൂമിൽ പോയ അവൻ്റെ ചെരുപ്പ് ഇവനെന്തിനും സൂട്ട് കേസിട്ട് പൊട്ടണം. നല്ല വീഡിയോ കാണിച്ചു. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ്, കൊലപാതകമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് എനിക്കും തോന്നി. കോളേജ് അധികൃതർക്കും ഡീനിനും ഇതിനെക്കുറിച്ച് അറിയാം. സിൻജോയുടെ മുറിയുടെ ബോർഡിൽ തൂക്കുകയറിൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ചെരുപ്പ് കട്ടിലിനടിയിൽ നിന്നും കണ്ടെടുത്തു, ജീവനക്കാരൻ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ മരണം സംഭവിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ദുരൂഹതകൾ അവസാനിച്ചിട്ടില്ല. ഡീൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ ആശുപത്രിയിലെത്തിച്ച ആംബുലൻസ് ഡ്രൈവറും വെളിപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, സിദ്ധാർത്ഥിൻ്റെ സഹപാഠികളിൽ ചിലർ രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിലും പറയുന്നത് സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയെന്നതാണ്. 3 ദിവസം പട്ടിണിക്കിട്ട ഒരാൾക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാനാവുകയില്ല. ഇത്രയും അവശനായ സിദ്ധാർത്ഥിന് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ സാധിക്കുക? പല തെളിവുകളും പറയുന്നത് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി കൊന്നു കെട്ടിത്തൂക്കിയെന്നതാണ്.